സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നിർണായകം. ബാലു, ഈ നിലവിൽ ഇപ്പോൾ നാളെ കോടതിക്ക് മുൻപാകെ പുനഃപരിശോധനാ ഹർജി എത്തുമ്പോൾ ബാലുവിനെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പോർക്കളം സുപ്രീം കോടതി ആകരുതെന്ന് ചീഫ് ജസ്റ്റിസ് പരാമർശിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് അങ്ങ് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി നാളത്തെ നടപടിക്ക് ശേഷം അത് തെരഞ്ഞെടുപ്പിന് മുൻപ് വരികയാണെങ്കിൽ അങ്ങനെ പോർക്കളം സുപ്രീം കോടതിയാകാനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? അത് മാറ്റിവെക്കാനുള്ള സാധ്യതയാണോ നമ്മൾ കാണേണ്ടത്? നാളെ സുപ്രീം കോടതിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. കാരണം സുപ്രീം കോടതി ഈ കേസ് ഡയറക്ഷന് വേണ്ടിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചിരുന്നു ഈ 9-അംഗ ബെഞ്ച് വാദം കേൾക്കൽ വൈകാതെ ആരംഭിക്കുമെന്ന്. നാളെ അതുകൊണ്ട് തന്നെ ഈ 9-അംഗ ബെഞ്ചിന്റെ വാദം കേൾക്കൽ സംബന്ധിച്ചുള്ള ഒരു തീയതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പ്രസ്താവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. മെയ് 16 സുപ്രീം കോടതി മധ്യവേനൽ അവധിക്കായി അടയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ കേസ് കേൾക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ കക്ഷികളുടെ അഭിപ്രായം കോടതി ചോദിച്ചേക്കും. അതിനുശേഷമായിരിക്കും ഈ ഭരണഘടനാ ബെഞ്ചിന്റെ തീയതി സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ വരുന്നതെങ്കിൽ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ മാനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ചർച്ചകൾക്കുമൊക്കെ അത് വഴിവെക്കാവുന്നതാണ് സാധ്യത. കാരണം 9-അംഗ ബെഞ്ചിന് മുമ്പാകെ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഈ മറ്റ് കക്ഷികൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു. നേരത്തെ അക്ഷയ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയിൽ എത്തിയെന്നാണ്. പക്ഷേ കോൺഗ്രസ് എത്തിയിട്ടില്ലായിരുന്നു, മറിച്ച് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത്. അദ്ദേഹം മരിച്ചു. അതിന് പകരമായി ഇനി ആരാണ് വരാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ കാലയളവിൽ ഉത്തരം ലഭിക്കേണ്ടതായുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നീക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. നാളെ സർക്കാരിന് അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ജയ്ദീപ് ഗുപ്തയും അതുപോലെ തന്നെ നിഷരാജൻ ശങ്കറും നാളെ കോടതിയിൽ എത്തുന്നതായിരിക്കും. പക്ഷേ മെറിറ്റിലേക്ക് കടക്കാത്തതിനാൽ തന്നെ നാളെ നിലപാടൊന്നും വ്യക്തമാക്കേണ്ടതില്ല. സുപ്രീം കോടതിയിൽ സ്വാഭാവികമായും ഈ ഏപ്രിൽ മാസത്തിലൊക്കെയാണ് ഈ കേസ് വരുന്നതെങ്കിൽ സംസ്ഥാനത്തിന് ഒരു നിലപാട് വ്യക്തമാക്കി